ഹായ് അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വന്നിട്ടുള്ളത് നമ്മൾ ചായക്കടയിൽ നിന്നൊക്കെ കഴിക്കുന്ന പോലെയുള്ള നല്ല അടിപൊളി ടേസ്റ്റുള്ള ഒരു പഴംപൊരിയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഇത് ചായക്കടയിൽ നിന്ന് കിട്ടുന്ന പോലെ തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് രണ്ട് ഇൻഗ്രീഡിയൻറ്റ് കൂടി ഇതിൽ ചേർക്കുന്നുണ്ട്. അപ്പോൾ അതെന്തൊക്കെയാണെന്നൊക്കെ നോക്കാം. ഞാനിവിടെ ഒരു ബൗളിലേക്ക് 1 കപ്പ് മൈദ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കടലമാവ് ചേർക്കുന്നുണ്ട്, ഒരു 2 ടേബിൾ സ്പൂണ്. ഒന്ന് ക്രിസ്പി ആവാൻ വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി കൂടി ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മാത്രം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു 2 നുള്ളുപ്പ് മതിയാവും. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. കളർ വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. 2-3 ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ പഴത്തിൻ്റെ മധുരം അനുസരിച്ചിട്ട് പഞ്ചസാര അഡ്ജസ്റ്റ് ചെയ്ത് ചേർത്താൽ മതി. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കട്ടകളില്ലാതെ മിക്സ് ചെയ്തെടുക്കാം. ഇതേപോലെ കുറേശ്ശെയായിട്ട് വെള്ളം ചേർത്തിട്ട് ഒരുപാടങ്ങ് ലൂസാകാതെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് നമ്മുടെ വീട്ടിൽ ബാക്കി വന്നിട്ടുള്ള ദോശമാവിൻ്റെയോ അല്ലെങ്കിൽ ഇഡ്ഡലിയുടെയോ അപ്പത്തിൻ്റെ മാവായാലും കുഴപ്പമില്ല, ഒരു 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ചേർക്കുമ്പോൾ പഴംപൊരി നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. എന്നിട്ട് അതെല്ലാം കൂടെ മിക്സ് ചെയ്തെടുത്തിട്ട് അതിലേക്ക് ഒരു നുള്ളു സോഡാപ്പൊടി ചേർക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളിത് ഒരു 2-3 മണിക്കൂർ വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ ഈ സോഡാപ്പൊടി ചേർക്കണമെന്നില്ല. ഞാനിപ്പോൾ ഉടനെ തന്നെ ചെയ്യുന്നത് കൊണ്ട് സോഡാപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്കുള്ള പഴമൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. നീളത്തിൽ ഉള്ള പഴംപൊരി വേണമെങ്കിൽ ഏത്തപ്പഴം ഇതുപോലെ നീളത്തിൽ സ്ലൈസ് ചെയ്തെടുക്കാം. ഞാനിത് ഹാഫ് ആക്കിയിട്ട് ഒന്ന് സ്ലൈസ് ചെയ്തെടുക്കുന്നുണ്ട്. ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് എണ്ണ ഒഴിച്ച് നന്നായിട്ട് എണ്ണ തിളച്ച് വന്നിട്ടുണ്ട്. അതൊന്ന് മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കിയിട്ട് ഇനി പഴംപൊരി റെഡിയാക്കി എടുക്കാം. അപ്പോൾ മാവ് ഒരുപാട് ലൂസായിപ്പോയി കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ആ പഴംപൊരി നന്നായിട്ട് കിട്ടില്ല. അപ്പോൾ ഒരുപാട് ലൂസാവാതെ എന്നാൽ കൂടുതൽ തിക്കാവാനും പാടില്ല. ആ രീതിയിൽ വേണം ഈ ഒരു മാവ് റെഡിയാക്കി എടുക്കാനായിട്ട്. ഒരു സൈഡാകുമ്പോൾ മറിച്ചിട്ട് കൊടുത്തിട്ട് 2 സൈഡും നന്നായിട്ട് ക്രിസ്പി ആയിട്ട് ഫ്രൈ ആക്കി എടുക്കാം. ഈ ഒരു പഴംപൊരി നല്ലൊരു ടേസ്റ്റാണ്. നമ്മൾ കടയിൽ നിന്നൊക്കെ കഴിക്കുന്ന ആ ഒരു ടേസ്റ്റിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. കടലമാവിൻ്റെ അളവൊന്നും കൂടി പോകാതിരുന്നാൽ മതി. അപ്പോൾ ഈ ഒരു രീതിയിൽ പഴംപൊരി റെഡിയാക്കി നോക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂടി സപ്പോർട്ട് ചെയ്യണേ. ഒരുപാട് പേര് സബ്സ്ക്രൈബ് ചെയ്യാതെ തന്നെ വീഡിയോ കാണുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്